കോഴിക്കോട് വിമാനത്താവളത്തിലെ ഹജ്ജ് തീർത്ഥാടകർക്കുള്ള ഉയർന്ന നിരക്കിൽ ഇടപെട്ട് ഹജ്ജ് കമ്മിറ്റി 3000 പേർ കണ്ണൂരിലേക്ക് മാറാൻ അപേക്ഷ നൽകിയതായി ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ എ.പി. അബ്ദുള്ളക്കുട്ടി പറഞ്ഞു. 516 തീർത്ഥാടകരെ കുറഞ്ഞ നിരക്കുള്ള കണ്ണൂരിലേക്ക് മാറ്റാൻ എയർ ഇന്ത്യ സമ്മതിച്ചു. നിരക്കിലെ വ്യത്യാസം വലുതായതിനാൽ എംബാർക്കേഷൻ സെന്ററുകളുടെ എണ്ണം കുറയ്ക്കേണ്ടി വരുമെന്നും അബ്ദുള്ളക്കുട്ടി കണ്ണൂരിൽ പറഞ്ഞു. കോഴിക്കോട് വിമാനത്താവളത്തിൽ ഹജ്ജ് തീർത്ഥാടകർക്ക് ഉയർന്ന നിരക്ക് നൽകേണ്ടി വരുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികളാണ് ലഭിച്ചിട്ടുള്ളതെന്ന് ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ എ.പി. അബ്ദുള്ളക്കുട്ടി പറഞ്ഞു. ഈ വിഷയത്തിൽ ഹജ്ജ് കമ്മിറ്റിയും മന്ത്രിയും ഉൾപ്പെടെ ഇടപെട്ടിട്ടുണ്ട്. എയർ ഇന്ത്യയുമായി ചർച്ച നടത്തി. ഇതിൽ 516 തീർത്ഥാടകരെ കുറഞ്ഞ നിരക്കുള്ള കണ്ണൂരിലേക്ക് മാറ്റാൻ എയർ ഇന്ത്യ സമ്മതിച്ചതായി എ.പി. അബ്ദുള്ളക്കുട്ടി പറഞ്ഞു. 3000 പേരാണ് കണ്ണൂരിലേക്ക് മാറാൻ അപേക്ഷ നൽകിയിട്ടുള്ളത്. ഇത്രയും യാത്രക്കാരെ ഒറ്റയടിക്ക് മാറ്റാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ കണ്ണൂരിലേക്ക് മാറേണ്ടവരെ നറുക്കെടുപ്പിലൂടെ തീരുമാനിക്കുമെന്നും അബ്ദുള്ളക്കുട്ടി അറിയിച്ചു. 516 തീർത്ഥാടകരെ കണ്ണൂരിലേക്ക് മാറ്റാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഏകദേശം 3 എയർക്രാഫ്റ്റ് വരും. 516 ആളുകൾ എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ മുമ്പിലുള്ള ബുദ്ധിമുട്ട് 3000-ഓളം തീർത്ഥാടകർ എയർപോർട്ട് മാറ്റണമെന്നുള്ള അപേക്ഷ തന്നിട്ടുണ്ട്. ഏതായാലും കൂടുതൽ അപേക്ഷ വരികയാണെങ്കിൽ സാധാരണ നമ്മൾ തീർത്ഥാടകരെ തിരഞ്ഞെടുക്കുന്നത് പോലെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കേണ്ടി വരും എന്നുള്ള ഒരു കാര്യമാണ് എനിക്ക് അറിയിക്കാനുള്ളത്. കോഴിക്കോട്ട് നിന്ന് 516 തീർത്ഥാടകരെ കണ്ണൂരിലേക്ക് മാറ്റാൻ സാധിക്കും. ഗയ ഉൾപ്പെടെയുള്ള ചെറു വിമാനത്താവളങ്ങളിൽ വലിയ നിരക്ക് വ്യത്യാസം ഉണ്ട്. തീർത്ഥാടകർ കുറഞ്ഞ ഇടങ്ങളിൽ കൂടിയ നിരക്ക് എന്നുള്ളതാണ് എയർ ഇന്ത്യ നിശ്ചയിച്ചിട്ടുള്ളത്. രാജ്യത്ത് 10 എംബാർക്കേഷൻ പോയിന്റുകളാണ് നേരത്തെ ഉണ്ടായിരുന്നത്. യാത്രക്കാരുടെ സൗകര്യം നോക്കി അത് 22ആക്കി വർദ്ധിപ്പിച്ചു. എന്നാൽ പല വിമാനത്താവളങ്ങളിലും പല നിരക്കാണ് ഈടാക്കുന്നത്. ടെൻഡറിൽ പങ്കെടുക്കുമ്പോൾ കൂടുതൽ യാത്രക്കാരുള്ള വിമാനത്താവളങ്ങളിൽ കുറഞ്ഞ നിരക്കും കുറവുള്ള സ്ഥലങ്ങളിൽ കൂടിയ നിരക്കുമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. കേരളത്തിൽ 3 എംബാർക്കേഷൻ പോയിന്റുകളാണുള്ളത്. നിരക്ക് ഏകീകരിക്കുന്നതിന് ഒറ്റ എംബാർക്കേഷൻ പോയിന്റ് മതിയോ എന്ന കാര്യത്തിൽ ചർച്ചകൾ നടന്നുവരികയാണെന്നും അബ്ദുള്ളക്കുട്ടി പറഞ്ഞു. ഒരു 10 എംബാർക്കേഷൻ പോയിന്റേ ഉള്ളൂ. അപ്പോൾ പല ഭാഗത്തുനിന്നും തീർത്ഥാടകർ പറഞ്ഞു ഞങ്ങളുടെ തൊട്ടടുത്തുള്ള എയർപോർട്ടിൽ നിന്ന് പോകാൻ ഞങ്ങൾക്ക് ഒരു അവസരം തരണം. അത് കണ്ടിട്ടാണ് ഞങ്ങൾ എംബാർക്കേഷൻ പോയിന്റുകൾ 22ആയി വർദ്ധിപ്പിച്ചു. പക്ഷേ ഇപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ പല കൊച്ചു കൊച്ചു എയർപോർട്ടിലെയും ഫ്ലൈറ്റ് ചാർജ് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. കേരളത്തിൽ നിന്ന് 3 എന്നുള്ളത് ഒന്നാക്കി ചുരുക്കുകയാണെങ്കിൽ എല്ലാ ഹാജിമാരും ഒരു എയർപോർട്ടിൽ നിന്ന് പോവുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് റേറ്റ് കുറക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. പുതിയ ഹജ്ജ് കമ്മിറ്റിയൊക്കെ ഈ വിഷയം ചർച്ച ചെയ്യേണ്ടതാണ് എന്നാണ് ഇത് സംബന്ധിച്ച് എനിക്ക് നിങ്ങളോട് പങ്കുവെക്കാനുള്ളത്. കണ്ണൂർ എയർപോർട്ടിനെ കുറിച്ച് തെറ്റായ പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. വലിയ വിമാനങ്ങൾക്ക് അവിടെ ഇറങ്ങാൻ പറ്റില്ല എന്ന രീതിയിലുള്ള ചർച്ചകളാണുള്ളത്. അവിടെ റൺവേ വികസനം പൂർത്തിയായാൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകില്ലെന്നും അബ്ദുള്ളക്കുട്ടി പറഞ്ഞു. കണ്ണൂർ വിമാനത്താവളത്തിന് പോയിന്റ് ഓഫ് കോൾ പദവി ലഭിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടന്നുവരികയാണെന്നും അബ്ദുള്ളക്കുട്ടി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.